മഴക്കാലത്ത് ബന്ദിപ്പൂർ മസിനഗുഡി ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടോ? കാടെല്ലാം ഫുള്ള് നല്ല ഗ്രീൻ ആയിട്ട് ഇരിക്കട്ടാ. മഴയൊക്കെ പെയ്ത് മരങ്ങളിലെ ഇലകളൊക്കെ വന്ന് നമ്മൾ സാധാരണ മസിനഗുഡി പോയിക്കൊണ്ടിരുന്ന ആ ഒരു റോഡ് ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ടാ. കുരങ്ങന്മാരൊക്കെ കയറിയിരിക്കണ്. ഇഷ്ടംപോലെ മാനുകളൊക്കെ ഉണ്ട്. ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് വണ്ടികളൊക്കെ ഈ വഴി കുറവാണ്. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ തന്നെ പേടിയില്ലാതെ നിൽക്കുന്ന മാൻകൂട്ടങ്ങളൊക്കെ ഉണ്ടാകും. കാറിനടുത്തൊക്കെ തൊട്ടടുത്താണ് ഇവർ നിൽക്കുന്നത്. എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കി നിൽക്കണതായിരിക്കും ചിലപ്പോൾ. ഇത് കാട്ടുപോത്താണെന്നറിയില്ല. അതെ, കാട്ടു പശു. ഞാൻ ഈ റൈഡ് തുടങ്ങണ ഗുണ്ടൽപേട്ട എന്നാണ് കേട്ടോ. അവിടുന്ന് കുറേ പോകുന്നു. ഇത് ഗോപാൽസ്വാമിയൊക്കെ കഴിയുമ്പോഴുള്ള റോഡ് സൈഡിൽ പൂക്കൾ നിൽക്കണുണ്ട. ഇതാ ഗോപാൽസ്വാമി അമ്പലത്തിൻ്റെ റൈറ്റ് കയറണതിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ആ പൂക്കളൊക്കെ നമ്മൾ കണ്ടത്. ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ അവിടെ വന്ന് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഗുണ്ടൽപേട്ട എന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ നല്ല മഴയായിരുന്നു. ഏകദേശം ഈ ഗോപാൽസ്വാമിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മഴ ലേശം കുറഞ്ഞത്. അങ്ങോട്ടാണെങ്കിൽ ഫുള്ള് മഴയായി. 24 മണിക്കൂർ മഴ പെയ്തുകൊണ്ടിരിക്കുക ഗുണ്ടൽപേട്ട ഭാഗത്ത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ മഴ ലേശം കുറവുണ്ട്. നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറണതിൻ്റെ അവിടെ എത്തിയിട്ടാണ്. കറക്റ്റ് നമ്മളിത് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറി. കാടൊക്കെ നല്ല പച്ച കളറായിട്ടുണ്ട്. ലാസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്കും മരങ്ങളൊക്കെ ഉണങ്ങി ഒരു ഇലകളൊന്നും ഇല്ലാത്ത നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഫുള്ളൊരു ബ്രൗൺ ഫിനിഷുള്ള ഒരു കാടായിരുന്നു. ഇപ്പം ശരിക്കും കറക്റ്റ് പച്ചയും ചില സ്ഥലത്ത് മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കാട്. ഈ സമയത്ത് അധികം തിരക്കുണ്ടാവില്ലെന്ന് ഞാൻ ഓർത്തതാണ്, മൺസൂൺ ആയതുകൊണ്ടേ. പക്ഷേ അത്യാവശ്യം വണ്ടികളൊക്കെ വന്ന് പോകുന്നുണ്ട്. ഊട്ടിയിലൊക്കെ വന്ന് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലും ഈ വഴി പോണത്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. അത് വൺ വേ ആണ്. മേളിലേക്ക് വരുംതോറും പച്ചപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുക കാടിൻ്റെ. എന്താ ഒരു ബ്യൂട്ടി. ഇപ്പം ഈ ഒരു സമയത്ത് മസിനഗുഡി വഴി ഊട്ടിക്ക് പോകാനും മസിനഗുഡി വഴി ഗൂഡല്ലൂർ പോകാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ടൈമാണ്. വെൽക്കം ടു ബന്ദിപ്പൂര. ഈ ഒരു ഭാഗത്താണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന റിസോർട്ടൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ഈ ഒരു ഭാഗത്തിന് വേണ്ടി ചെയ്യേണ്ട കേട്ടോ. ആ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് എന്തായാലും ഒരു ദിവസം അവിടെ വന്ന് സ്റ്റേ ചെയ്ത് നോക്കണം, എങ്കിലേ ഏതാ മൂടെന്നൊന്ന് മനസ്സിലാവുള്ളൂ. ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗങ്ങളും തന്നെ ഈ റോഡ് സൈഡിൽ വെച്ച് തന്നെ നമുക്ക് കാണാനുള്ള ഒരു ചാൻസ് ഉള്ളൊരു റൂട്ടാണിത്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്രയിൽ എന്തൊക്കെയായിരിക്കും കാണാൻ പറ്റണമെന്നറിയില്ല. എന്തായാലും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഒരു 3 മണിക്കൂർ കൊണ്ട് 3 സംസ്ഥാനങ്ങളുടെ, കേരളം, തമിഴ്നാട്, കർണാടക, ഇത്രയും സംസ്ഥാനങ്ങളുടെ ഫോറസ്റ്റിനകത്തുകൂടിയാണ് നമ്മുടെ ഈ റൈഡ്. അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ നമ്മുടെ മുമ്പിൽ വന്ന സാധനം ഈ ഒരു മയിലാണ്. ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെ ഒരുപാട് മാനുകളെ കാണേണ്ട സമയം കഴിഞ്ഞ്. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ഫസ്റ്റത്തെ മാൻകൂട്ടത്തെയാണ് കേട്ടോ കണ്ടത്. കുറച്ച് പേര് ഇരിക്കുകയും കിടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യാനുണ്ട്. ഒരു വലിയ കൊമ്പുള്ള ഒരുത്തൻ നമ്മളെ നോക്കി നിൽക്കണ കണ്ടാ. ഇവരിവിടെ എന്തിനോ കണ്ടിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. എന്താ സാധനം, മയിലായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള മയിൽ. ഒന്നല്ല, ഒരുപാട് മയിലുകളുണ്ട്. മയിലുകളും മാനുകളുമാണ് നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ചെയ്യുന്നത്. അതും സാധാരണ കണ്ടത്രയൊന്നും കണ്ടില്ല ഇവിടെ നിന്നൊന്നും. ഈ ഒരു ഭാഗത്ത് വളരെ കുറവാണ്. ഇനി നമ്മൾ കയറാൻ പോണത് തമിഴ്നാട്ടിലെ ഫോറസ്റ്റിലേക്കാണ്. തമിഴ്നാടിൻ്റെ മുതുമലൈ ഫോറസ്റ്റിലേക്കാണ് ഇനി കയറാൻ പോണത്. ഇവിടെയും ഒരുപാട് മൃഗങ്ങളെ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. ഈ ലോഡ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കണ കിടപ്പാണ് ആ കാണുന്നത്. ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ ഇച്ചിരി കൂടി പച്ചപ്പ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. അവിടുത്തേനെക്കാട്ടി നല്ല പച്ചപ്പ് തോന്നുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് വന്ന് കയറിയപ്പോഴത്തേക്കും. ഇതേ ഇവിടെ അപ്പം തന്നെ റോഡ് സൈഡിൽ 2 നല്ല അടിപൊളി മയിലുകളെ കിട്ടി. കാണാൻ എന്താ ഭംഗി. ആ പച്ച ഫ്രെയിമിനകത്തുകൂടി റെഡ് ബസ്, കർണാടകയുടെ റെഡ് ബസ് ഇങ്ങനെ കയറി വന്ന ആ ഒരു ഫ്രെയിം. ചെപ്പക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് മസിനഗുഡിയിലേക്ക് പോകാനായിട്ട് വരേണ്ടത്.
നമുക്ക് പോകേണ്ട വഴി ക്ലോസ് ചെയ്തൊക്കെയാണ് തോന്നുന്നത്. കണ്ട മരത്തടി ഇട്ടേക്കണത് കണ്ട. ആ റോഡ് ക്ലോസ് ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് നോക്കി. അപ്പോൾ ഇവിടെയും ക്ലോസ് ചെയ്ത് വെച്ചേക്കെ. കുരങ്ങന്മാരൊക്കെ കയറിയിരിക്കുക നമ്മുടെ വഴിയിൽ. ഈ പാലത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണ് അതിന് ഈ റോഡ് ക്ലോസ് ചെയ്താണെന്ന് അറിയില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു പുതിയ പാലം റോഡൊക്കെ കാണിക്കുന്നുണ്ട്. ഈ വഴി നേരത്തെ ഞങ്ങൾ വന്നിട്ടില്ല, അത് നേരത്തെ ഉള്ളതാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ആ വഴിയാണ് നമ്മൾ മസിനഗുഡിക്ക് രണ്ടാമത് വന്ന് കയറിയപ്പോൾ തന്നെ അതേ മാൻകൂട്ടങ്ങൾ ഒരു പേടിയില്ലാതെ നിൽക്കണുണ്ട്. ഇവർ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കും. എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാനായിരിക്കും ഇവർ മെയിനായിട്ട് അടുത്ത് വന്ന് നിൽക്കണത്. ഇവിടെയുള്ള ഈ മാൻകൂട്ടങ്ങൾക്കൊന്നും ഒരു തുള്ളി പോലും പേടിയില്ല. ഇത്രയും തൊട്ടടുത്ത് നിന്ന് തന്നെ മാനുകളെ കാണാൻ പറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അത് ബന്ദിപ്പൂർ മുതൽ ഈ മുതുമലയിലും ബന്ദിപ്പൂരിലും എല്ലാ സ്ഥലത്തും മാനുകളെ ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് നമുക്ക് ഇപ്പോൾ സ്പോട്ട് ചെയ്തത് കറക്റ്റ് തമിഴ്നാട് ആ ഒരു റൂട്ട് കയറി വന്നപ്പോൾ തന്നെയാണ് നമുക്ക് ഇവരെ കിട്ടിയത്. കുറച്ച് പോത്തും കൂട്ടങ്ങളെ കണ്ടിട്ടാ നമ്മൾ കാടിനകത്ത് വെച്ച്. കുറേ സാധനങ്ങളുണ്ട്. അവന്മാരുടെ ഒരു ഭംഗി എന്താന്ന് നോക്ക്, ആ ഒരു ഫ്രെയിം നോക്ക്. കറക്റ്റ് എല്ലാവരും നമ്മളെ തന്നെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു കാഴ്ച, ചിത്രശലഭങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ പറക്കണ പോലെയാണ് ഈ കിളിക്കൂട്ടം നമ്മുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാട്ടിൽ കുറേ പശുവിനെ കണ്ടിട്ടാ. ഇഷ്ടം പോലെ പശുവുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെയൊക്കെ ഇച്ചിരി കൂടി പച്ചപ്പ് കൂടുതലാണ് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇതാ നമ്മൾ മസിനഗുഡി ടൗണിലേക്ക് എത്തിയാണ്. മസിനഗുഡി ടൗൺ വലിയ സെറ്റപ്പൊന്നുമില്ല, ഒരു ചെറിയൊരു ടൗണാണ്. പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് വലുതായിട്ട് ടൗണിൽ ഫുഡും കാര്യങ്ങളൊന്നും അങ്ങനെ ഇവിടുന്ന് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ കൂടുതലും ഗുണ്ടൽപേട്ട എന്ന് പറയുമ്പോൾ അവിടുന്ന് കഴിക്കും, ഇല്ലെങ്കിൽ ഇവിടുന്ന് ഗൂഡല്ലൂർ എന്ന് കഴിഞ്ഞിട്ട് കഴിക്കും. ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കലൊന്നുമില്ല. പിന്നെ ഇവിടെ കൂടുതലും ജീപ്പ് സഫാരി അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് മസിനഗുഡി ടൗണിൽ. പിന്നെ നമ്മൾ ഈ ഒരു ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും വഴി ജസ്റ്റ് പാസ് ചെയ്ത് പോലുള്ളൂ. ഇവിടെ അങ്ങനെ അധികം തങ്ങലില്ല ഈ മസിനഗുഡി ടൗണിൽ. മസിനഗുഡി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലൈറ്റ് വരാൻ തുടങ്ങി, നല്ല വെളിച്ചമുണ്ട് ഇപ്പുറത്തേക്ക്. ഇങ്ങോട്ടേക്ക് മഴ അങ്ങനെ അധികം പെയ്തിട്ടില്ലെന്നാണ് തോന്നണേ ഇന്ന്. അങ്ങോട്ടേക്കാണ് മഴ കൂടുതൽ, ഇങ്ങോട്ട് മഴ കുറവാട്ടാ. നല്ല വെട്ടമുണ്ട് ഈ ഒരു ഭാഗത്ത്. വീഡിയോക്കും തന്നെ ഇപ്പോൾ ഒരു വെളിച്ചം വന്ന പോലെ ഉണ്ട്. നമ്മുടെ ഈ ഒരു യാത്രയിൽ കൂടുതലും കാണാനുള്ള ഇതേപോലെ തന്നെ കാടും പച്ചപ്പും കാട്ടുമൃഗങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു വഴിയിലൂടെ ഈ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനൊരു അനുഭവം, ഓരോ ദിവസവും ഓരോരോ അനുഭവങ്ങളായിരിക്കും. ഈ ഒരു റൂട്ടിലൂടെയുള്ള അനുഭവങ്ങൾ ഓരോ കാഴ്ചയായിരിക്കും. ചിലപ്പോൾ ഇന്ന് കാണുന്ന മൃഗങ്ങളായിരിക്കില്ല നാളെ കാണുന്നത്. അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റൂട്ടാണിത്. എന്തായാലും തീർച്ചയായും ഈ ഒരു വഴിയൊന്ന് വെറുതെ കാറിലോ ബൈക്കിലോ ഒക്കെ വെറുതെ ഓടിച്ചു പോയാൽ തന്നെ വേറൊരു വൈബാണ്. അങ്ങനെ ഇതാ നമ്മൾ ഈ വഴി പോകാൻ നേരം എപ്പോഴും ചായ കുടിക്കാൻ വരാറുള്ള ഒരു കടയാണിത്. ഈ ഒരു കടയുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നോക്കിക്കോ, അടിപൊളിയാണ്. ഈ ഒരു കടയാണ് കേട്ടോ ലാസ്റ്റ് കട. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടയൊന്നുമില്ല, നേരെ ഊട്ടി നേരെ ചുരമാണ്. ആ ചുരം മേലെ കയറി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ കടയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ കടക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്ക്, ഏതാ മൂടെന്ന്. രാത്രി ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ് ഇതെല്ലാം. ഇവിടെ ഈ കടക്ക് ചുറ്റിനും ഇലക്ട്രിക് ഷോക്ക് ഇട്ടേക്കണതുണ്ട. രാത്രി ഇവിടെ ശരിക്കും 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും ഈ വഴി പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാറുണ്ട്, സിറിയൂർ 23 കിലോമീറ്റർ എന്ന്. കുറേ പ്രാവശ്യം ഈ ഒരു വഴിയിലൂടെ എന്തായാലും ഒന്ന് പോയി നോക്കണമെന്ന് ആലോചിക്കണം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അവിടെ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നേരെ വണ്ടി എടുത്ത് ആ ഒരു റൂട്ടിലേക്ക് പോയാണ് കേട്ടോ. അങ്ങനെ ആ റോഡ് കുറച്ച് കയറി വന്നപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് നമ്മൾ. ചെക്ക് പോസ്റ്റ് ഉള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വന്ന് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ നമുക്ക് പോകാനുള്ള പെർമിഷൻ തരില്ലെന്നാണ് പറഞ്ഞത്. മഴയും കാര്യങ്ങളൊക്കെയാണ്.
അവിടുത്തെ വില്ലേജിലേക്ക് നമ്മളെ പോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ അവിടുന്ന് അധികം കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. ഫോറസ്റ്റുകാരായതുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. ആ തിരിച്ചു പോകുന്ന വഴിയുള്ള ഓരോരോ കാഴ്ചകളാട്ടോ. ഇഷ്ടം പോലെ പശുക്കളും അതും ഇതുകളും. അടിപൊളി ഒരു വില്ലേജ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അതൊരു അടിപൊളി ഒരു റൈഡായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങോട്ട് പോകാനെന്നൊന്ന് നോക്കണം. മസിനഗുഡിയുടെ കുറേ റീൽസ് വൈറലായ ആ ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇനി കാണാൻ പറ്റുന്നത്. ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് കൂടുതൽ ആൾക്കാരും വന്ന് റീൽസും വീഡിയോസൊക്കെ എടുത്ത് മസിനഗുഡീനെ വൈറലാക്കി കളഞ്ഞത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇവിടം വരെ നമ്മൾ വരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് നമ്മൾ പാലം കഴിഞ്ഞ് തൊട്ട് മേലേന്ന് തിരിച്ചു പോകാൻ പോയേ. മേളിലേക്ക് ഊട്ടിയാണ്. ഊട്ടിയിലേക്ക് നമുക്ക് ഇന്ന് പോകാനായിട്ടുള്ള പ്ലാനില്ല. ആ സിറിയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളെ കയറ്റി വിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ടാസ്ക് ആയത്. അതൊരു അടിപൊളി സ്ഥലമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടേക്ക് പോകാനുള്ള മറ്റൊരു വഴി കണ്ടുപിടിക്കണം ഇനി. ഞങ്ങളിവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജിൽ വന്ന് ടെൻ്റ് അടിക്കാന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ടെൻറ്റും സാധനങ്ങളൊക്കെ ഇട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. മസിനഗുഡിയുടെ അടുത്ത വീഡിയോ 2ാമത്തെ എപ്പിസോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.